സീൻ സെറ്റ് ചെയ്യേണ്ടത് ഇതിന് പുറകിലാണ്. വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി വരുന്നത്. അതിന് മുമ്പ് നായികയും നായകനും കൂടെ നിന്ന് ഡാൻസ് കളിക്കും. റൊമാൻസ് ആണ് സാധനം. പക്ഷെ അത് ഭംഗിയായിട്ട് തരുന്നത് ആ ഡാൻസ് എടുക്കണം. സാധാരണ ഞാനെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആണെങ്കിൽ ആ സ്ഥലങ്ങളിൽ പോയി ചെയ്താലേ അതിന്റെ ഒരു പഞ്ച് കിട്ടുള്ളൂ. എന്നാ താൻ പൊക്കെ, ഞാൻ വേറെ ആളെ നോക്കി. അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ രാഘവനെ കൊണ്ട് ഇതൊക്കെ നടക്കുമോ? ഇത് അയാൾ എവിടെയാണ്? എത്ര സമയം? 6 മണിക്ക് ഷൂട്ട് വെച്ചതാണോ? സമയം എന്തോ? പുള്ളി 10 മണി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ സാർ. ഇത്രയും യൂണിറ്റും ആൾക്കാർ ഇവിടെ കിടന്ന് മെനക്കെടുക എന്നുള്ള കാര്യം അയാൾക്ക് അറിയത്തില്ല. ഞാൻ നേരത്തെ വിളിച്ച് പുള്ളിയുടെ കാര്യം പറഞ്ഞതാ. പുള്ളി 10 മണി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇതിന്റെ ചോറല്ലേടോ അയാളും കഴിക്കുന്നത്? അത് മാത്രമല്ല, 10 മണി കഴിഞ്ഞ് 4 മണിക്ക് പോകാൻ വേണം. ഫ്ലൈറ്റ് അപ്പോഴാണെന്ന് പറഞ്ഞേക്കണേ. താൻ പോയെന്ന് വിളിച്ച് നോക്കട്ടെ. ഒരു കാര്യം, 1-2 സ്റ്റെപ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്ക്. ഞാൻ എന്തിനാ പ്രാക്ടീസ് ചെയ്യുന്നത്? പുള്ളി വന്നിട്ട് പുള്ളിയെ കൊണ്ടല്ലേ ചെയ്യുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കും. അപ്പൊ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യിക്കാമല്ലോ നമുക്ക്. അതൊന്ന് വരാൻ പറ. താൻ എന്തെങ്കിലും ചെയ്തോട്ടെങ്കിൽ നിൽക്കാം. പുള്ളി വന്ന് കാണുമ്പോ അതെങ്കിലും ഒന്ന് സമാധാനപ്പെടട്ടെ. 2 സ്റ്റെപ്പ് എടുത്ത് കളിയുടെ ഒന്ന് പാട്ടിട്. പിന്നെ പാട്ടിന് ഞാൻ ഇവിടെ ഡാൻസും കളിച്ചോണ്ടിരിക്കും. സാർ എന്തായി പറയുന്നത്? എന്തിടും വരുന്നു കൂടെ നടക്കുന്നോ? ഇവിടെ ഫുള്ള് ഏസിയാ സാറേ. ഇതാരാ ഇവിടെ സാധനങ്ങളൊക്കെ എടുക്കും? എന്തായി ആരുമില്ലേ? അശ്വിന്റെ ആരുമില്ലേ? നോക്കാം. നായിക വന്നു. നായിക വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. വിളിക്കൂ, പരിചയപ്പെടട്ടെ. ഞാനിവിടെ ഇന്ന് സ്റ്റെപ്പ് ഇടും. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. നമസ്കാരം സാറേ. നമ്മളെ ക്രോമയാ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആരാ? ക്രോമയാ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, ആരാ നിങ്ങള്? ഞാന് സംവിധായകൻ. സാറെന്നെ മറന്നുപോയി. സാറ് ബ്രഹ്മൻ സംവിധായകൻ. അപ്പൊ നമുക്ക് ഇവിടെ ഇത് ക്രോമയിലാണ് ഇത് ചെയ്യേണ്ടത്. മലേഷ്യയുടെ എല്ലാ ഇതും കിട്ടും. സാറ് കൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ഇവിടെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത്. മലേഷ്യയിൽ പോയാ പോരെ? ഡീസലിന്റെ എത്ര പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സാറ് സഹകരിച്ചിട്ടെന്നാൽ നമുക്ക് 1-2 സീൻ എടുക്കാനുണ്ട്. അപ്പൊ തുടങ്ങാമെന്നോ? നടിയുടെ നടി വരുമ്പോഴത്തേക്ക് നമുക്ക് 2 സീൻ എടുത്താൻ കഴിയത്തില്ല സാർ. എന്നിട്ട് തുടങ്ങിയാ മതി. എന്നാ സാർ പരിചയപ്പെടണ്ടേ നായികയെ? ഇത്രയും പ്രായമായി എന്റെ സ്വഭാവം കണ്ടില്ല. നീ എന്തിനാണ് ഇരിക്കുന്നത്? എന്ത് കാണാൻ? സ്ക്രിപ്റ്റ് നോക്കട്ടെ സാർ. നായികനെ പരിചയപ്പെടട്ടെ. അനുഗ്രഹം കാലിതൊട്ട് അനുഗ്രഹം മേടിച്ചു സാറിന്. മനസ്സിലായില്ല. കാലിതൊട്ടേ സാറിന് അനുഗ്രഹം മേടിച്ചോ? ഓക്കെ ഓക്കെ. അനുഗ്രഹിക്കണം അങ്കിൾ. അങ്കിൾ വിളിക്കണ്ട. യു ക്യാൻ കോൾ മീ കുഞ്ചു. ഇരിക്കൂ. എന്താ പേര്? മോഹിനി. മോഹിനി, നല്ല പേര്. അയാളാ ഒലിപ്പിക്കും അവിടെ ഇരുന്നിട്ട്. വീടെവിടെയാ? എറണാകുളം. എറണാകുളം. അതെ. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്? അഭിനയിച്ചിട്ടുണ്ട്. സാർ കണ്ടിട്ടില്ല? ഇല്ല ഇല്ല. എന്റെ സിനിമകൾ കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. ഉണ്ടല്ലേ? എങ്ങനെയുണ്ട് എന്റെ അഭിനയം? അടിപൊളിയാണ് അല്ലേ? അതാണ്. എന്റെ സിനിമയിൽ അഭിനയിച്ചാൽ നീ ഉടനെ ഹിറ്റാവും. എന്താ പഠിച്ചത്? BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓഹോ, ഞാൻ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. പിന്നെ ഡയറക്ടർ പലതും പറയും, അതൊന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞാൽ അത് കേട്ടാ മതി. ലേറ്റ് ആയി സാർ, നമുക്ക് ടൈമായി. നമുക്കത് നോക്കാം. ടൈമായോ? എന്നാ നോക്കാം. ഓക്കെ നോക്കാം. എല്ലാം സെറ്റ് ആയിക്കോട്ടെ പെട്ടെന്ന്. ഒന്ന് പിടിക്കണോ? നടിയുടെ കൈ പിടിക്കാൻ എന്നെ പിടിക്കണോ? ഓക്കെ ഓക്കെ.
നമസ്കാരം. ഇദ്ദേഹമാണ് കൊറിയോഗ്രാഫർ നമ്മുടെ സിനിമയുടെ. വല്ലതും അറിയോ? മോഹിനി ഇങ്ങോട്ട് നിൽക്കൂ, വരും. എന്റെ അടുത്ത് നിൽക്കൂ, നീ അപ്പുറത്ത് നിൽക്കൂ. ഹരീഷ ബാബാ, ഹരീഷ സാറിന് ചായ കൊടുക്കാൻ, സാറിന് ചായ കൊടുക്കാൻ. സാർ നമുക്ക് നോക്കാം. റൈറ്റ് ലെഗ് ആണ് ഫസ്റ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, 1 2 3 4 ഇതാണ് ലാസ്റ്റ്. ഫസ്റ്റില് റൈറ്റ് ലെഗ് 1 2 3 4 കയ്യിലാണ്. അങ്ങനെയല്ല നമ്മൾ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടേ 4 ഇങ്ങനെ കയ്യിലാ വരുന്നത്. ഈ ഒരു ഇതാണ്, അല്ല ഈ 2 കൈ താൻ്റെ കാര്യം ഈ സ്റ്റെപ്പ് മാറ്റി വേറെ വല്ല പോസ്റ്റ് പിടിച്ച് ഓക്കെ ആണോ സാർ? ഓക്കെ ആണോ? നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. റെഡിയാണോ സാർ? റെഡിയാണോ? റെഡി. ഓക്കെ, കൈ ഒന്ന് ഫ്രീ ആക്കി വേണം. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, കൈ ഇങ്ങനെ മതി. എന്തൊരു ചൂടാടാ. ഈ വെയിലത്ത് പണിക്ക് പോണവന്മാരെ സമ്മതിക്കണോട്ടാ. പൊട്ടന്മാര് വീട്ടിലിരുന്നൂടെ ഇവർക്കൊക്കെ അല്ലേ? വെറുതെ ഈ വെയിലത്ത് പറ്റണില്ലടാ, വെറുതെ ഇരിക്കാൻ പറ്റണില്ല, ചുട്ടട്ടെ. എങ്ങനെ ഈ ചൂടത്ത് പണിക്ക് പോണത്? നിന്റെ ഭാര്യ തൊഴിലുറപ്പിന് പോയില്ലേ? അവളെ രാവിലെ തന്നെ പറഞ്ഞു വെച്ചു. ചേട്ടാ, മിനിമം ഒരു 4 നേരമെങ്കിലും തിന്നണ്ടേ? ഒരാളെങ്കിലും മണിക്കൂണ്ടേ? വേണം. അത് സാലടാ, സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലമല്ലേ. അവരെ പെരക്കാത്ത അടച്ചൊന്നും വെക്കണ്ട, അവര് പോയി പറക്കട്ടെ. തൊഴിലുറപ്പിൽ വരപ്പോ മീറ്റും കേസും ഒക്കെ. പണിയെടുത്ത് തിന്നട്ടെ എന്നേ. പോട്ടെ, ആരോഗ്യം ഉണ്ടല്ലോ, നല്ല ആരോഗ്യമുണ്ട്. അല്ല, നീ ഇപ്പൊ റീൽസ് ഒന്നും ചെയ്യണല്ലേ? റീൽസ് റീചാർജ് ചെയ്ത് തരും, കൃത്യമായിട്ട് റീചാർജ് ചെയ്ത് തരും. റീൽസ് ചെയ്യുന്നുണ്ട്. ഒരു വ്ളോഗ് തുടങ്ങിയാലോ എനിക്കൊരു ആലോചന. എന്ത് കാര്യത്തിന് ഇനി അതിലെന്തേലും പറയാൻ വേണ്ടിട്ട് നമുക്ക് കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ ചെയ്ത് നിക്കണ്ടേ? ആരെക്കൊണ്ട് പറ്റൂ ഇതൊക്കെ? നമ്മൾ എന്തെങ്കിലും ഒരു പണിയെടുത്തു നാട്ടുകാർക്കെങ്കിലും ഒരു തോന്നല് വേണ്ടേ? എന്നെ കൊണ്ട് പറ്റുന്നില്ല. സംഗതി ഒന്നും അറിഞ്ഞിട്ടില്ല. ഇല്ല. ഇല്ല, നമ്മളെ ഇവരില്ലേ രാഘവ കുഞ്ചു, സൂപ്പർ സ്റ്റാർ, പുള്ളി മരിച്ചു. അയ്യോ, എപ്പാ? ഇതാ വാട്സപ്പിലെ കംപ്ലീറ്റ് വാർത്തയല്ലേ? എവിടെ നോക്കട്ടെ. രാഘവ കുഞ്ചു മരണപ്പെട്ടു. എന്തൊരു കഷ്ടം. നീ ഈ ഫോട്ടോ ഒന്ന് എന്റെ ഫോണിലിട്ടെ, ഞാനേ ഫേസ്ബുക്കിൽ ഇടട്ടെ. റേഞ്ചിൽ അടക്കം ഒരു സെക്കൻഡ് തിരക്കാക്കല്ലേ. മഹാനടൻ രാഘവ് കുഞ്ചുവിന് ജന്മനാടിന്റെ ആദരാഞ്ജലി. കണ്ണീര് കുതിർന്ന പ്രണാമല്ലേ? അത് നീട്ടോ. വീടിക്കല്ല, ഇങ്ങോട്ട് വന്നേ. എന്താ? ഒരു അത്യാവശ്യം ഉണ്ട്, വാ. എനിക്ക് വാർക്കപ്പണിയുണ്ട്. ഇങ്ങോട്ട് വാന്നേ. വാർക്കപ്പണിയുണ്ട്. അതെ, അറിഞ്ഞ എന്താ? നിങ്ങളുടെ ബാല്യകാല സുഹൃത്തില്ലേ സിനിമാ നടൻ രാഘവ് കുഞ്ചു, പുള്ളി മരിച്ചു. എപ്പോ? ഇപ്പൊ വാട്സാപ്പിലെല്ലാം ഫുൾ ന്യൂസ് ആണ് വാർത്ത. രാഘവ കുഞ്ചു മരണപ്പെട്ടു. ഇതിപ്പോ ഞാൻ ഇട്ട പോസ്റ്റാണ്. നമ്മുടെ നാട്ടിലൊരു മഹാനടനല്ലേ, നിങ്ങളുടെ സുഹൃത്തല്ലേ? ഈ രാഘവ് കുഞ്ചുമായിട്ട് നിൽക്കണ ഫോട്ടോ എല്ലാം കയ്യിലിരിപ്പണ്ട. അത് സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ ഫോട്ടോആണ്, അത് തിരിച്ചറിയില്ല. ചെറുപ്പത്തിലെ ഫോട്ടോ ആണല്ലോ. നല്ലതുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യായിരുന്നു, നല്ല റീച്ച് ആയനെ. ഇപ്പൊ അടുത്തൊന്നും എടുത്തിട്ടില്ല നിങ്ങൾ ഫോട്ടോ? ഇപ്പൊ എറണാകുളത്തല്ലേ മൂപ്പര്, നമ്മൾ കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ അടുപ്പിക്കില്ല അവരുന്ന്, അവര് വലിയ ആൾക്കാരായിട്ട്. ഞാൻ പോട്ടെ. അല്ല, പോകല്ലേ, എനിക്ക് പണിയുണ്ട്. പണിക്ക് പോണ നിങ്ങളുടെ ബാല്യകാല സുഹൃത്തല്ലേ? അയാള് മരിച്ചെന്നറിഞ്ഞ് ഇവിടെ ടി വിക്കാരും പത്രക്കാരും നടന്മാരൊക്കെ വരില്ലേ? എറണാകുളത്തല്ലേ ചടങ്ങൊക്കെ, ഇവിടേക്ക് എങ്ങനെ വരുന്നേ? ഇല്ലാന്ന്, എറണാകുളത്ത് ഒരു ചെറിയ പൊതുദർശനം കഴിഞ്ഞാൽ തറവാട്ട് വീട്ടിലോട്ട് കൊണ്ടുവരൂലേ?
അവർക്ക് സംഘടനയൊക്കെ ഉള്ളതല്ലേ, വിലാപയാത്രയായിട്ട് തറവാട്ട് വീട്ടിൽ കൊണ്ടുവരും. അവിടെ ശീതളിനൊക്കെ താമസിക്കണല്ലേ. ശീതളിന്റെ വീട്ടിലേക്ക്? അതിന് ശീതളിനായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ലല്ലോ. അല്ല, ഈ ശീതളേട്ടനായിട്ട് എന്തോ പ്രശ്നമില്ല. ഈയുടെ പ്രശ്നമൊക്കെ പണ്ടാണ്. അത് ശീതളേട്ടന്റെ അമ്മയുടെ അനിയത്തിന്റെ കല്യാണത്തിന് രാഘവേട്ടൻ ചെന്നപ്പോ ശീതളിന്റെ പെങ്ങളൊന്ന് തോണ്ടി. അപ്പോഴാണ് അന്ന് രാത്രിയാണ് ആളുകൾ ഇവിടെ നിന്ന് ഓടിച്ചിട്ടത്. ആ പോക്ക് മദ്രാസിൽ പോയാണ് പുള്ളി സിനിമയെ കയറിയത്. പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരിക? അല്ലത് പിന്നെ സിനിമയെ കയറി ഹിറ്റായ പിന്നെ അവർക്ക് അതൊരു ക്രെഡിറ്റ് അല്ലേ. ഇപ്പൊ ശീതളിന്റെ പെങ്ങൾ എന്താ പറയണ, സൂപ്പർ സ്റ്റാർ രാഘവ് കുഞ്ചു എന്നെ തോണ്ടിയിട്ടുണ്ടെന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സംവിധാനവും അംഗീകാരവും ഒക്കെ കിട്ടുമ്പോ അവര് തറവാട്ടുകാരെ അംഗീകരിക്കും. അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരൂല്ലേ? നിങ്ങൾ കൊണ്ടുവരൂന്ന്. ഇതിപ്പോ നമ്മുടെയും കൂടി നാടിന്റെ ആവശ്യമല്ല. അത്രയും വലിയൊരു കലാകാരൻ ഇവിടെ ജനിച്ചാന്ന് പറയാൻ നമുക്ക് അഭിമാനമല്ലേ. കാര്യം ശരിയാള അലമ്പായിരുന്നു ഇവിടെ. അതൊന്നും പറയണ്ട. ഇപ്പൊ മറ്റേ ക്യാമറക്കാരെല്ലാം വരും, എല്ലാരും വരും. നിങ്ങളെ അനുഭവം, ചെറുപ്പത്തിൽ പഠിക്കാൻ പോയതും അനുഭവങ്ങളും പുള്ളി നാട് വിട്ടതും ഒക്കെ പറയണം. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയണ്ടേ. ഞാൻ അവന് ഒരുമിച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ അവന് പുസ്തകം ഇങ്ങനെ ചന്തിയിൽ വെച്ചിട്ടാ നടക്കുക. അതെന്തിനാണ്? മൂട് രണ്ട് കീറിട്ടേ അമ്മ വെളുത്ത നൂലോട്ട തുന്നി കൊടുത്തിട്ട് അത് കാണാണ്ടിരിക്കും. അതെ, അതും തോണ്ടിയതൊന്നും പറയണ്ട. കൊറേ പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ പാവപ്പെട്ടവരാ. കൊറേ പേർക്ക് മരുന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ കേറ്റി പറഞ്ഞാൽ മതി. ഇപ്പൊ അതാണല്ലോ ആവശ്യം. ഇല്ലാത്ത പറഞ്ഞ അലമ്പ് പറയണ്ട, പൊക്കി പറഞ്ഞോ. നമ്മുടെ നാടിനല്ലേ മോശം. നടന്മാരൊക്കെ ഇങ്ങടെ വരിക? നടന്മാരും നടിമാരും പത്രക്കാരും മന്ത്രിമാരും MLA-മാരും ഒക്കെ വരുമെന്ന്. നമ്മുടെ നാട് ഉയരും. നമ്മളെ കഞ്ഞിപ്പറമ്പാട് ഫേമസ് ആയി. അതെ, ഇന്നത്തെ കാര്യവും നടക്കും. മരിച്ച വീടെന്നും പറഞ്ഞ് നമുക്കാണ് ശീതളേന്റെ വീട്ടിലോട്ടേക്കല്ല. ഇന്ന് പണിക്ക് പോകണ്ട. വേണ്ട. എന്നാലേ ഞാൻ പെണ്ണുമ്പിളോട് ഇന്ന് തൊഴിലുറപ്പിന് പോകണ്ടെന്ന് പറയട്ടെ. പോകണ്ടെന്ന് പറഞ്ഞോ. ഞാൻ ഈ ഡ്രസ് കൊണ്ടുവച്ചിട്ട് വരാം. വെച്ചിട്ട് വെച്ചോട്ടാ. അതെ മുരളിയേട്ടാ, ഇനി പിന്നെ ആരെങ്കിലും വന്ന് ഇവിടെ ഇരുത്തണ്ട. ഈ ബെഞ്ചൊക്കെ എടുത്ത് അകത്തിട്ടോ. എല്ലാവരും അങ്ങോട്ട് പറഞ്ഞു വിട്ടേര് കേട്ടാ. ഒരു കരിങ്കോടി എന്റെ കുത്തിക്കോട്ടാ. ഞാൻ എങ്ങടാ വീട്ടിലേക്ക് വീട്ടിൽ പോയിട്ട് കൊണ്ടുവച്ചിട്ട് വരാം. ചേട്ടാ, ഈ രാഘമാമൻ നമ്മളെ തറവാടിന്റെ പേര് ഏടിയും പറയില്ല. ഇനിതാ ബൈക്ക് എന്നെ കണ്ടാ മിണ്ടലേ ഇല്ല, നോക്കൂല. കണ്ടാ മിണ്ടാനും നോക്കാനും നിന്നെ ഉണ്ടപ്പോ അങ്ങേർക്ക് അറിയണു. നമ്മളിപ്പോ ഒരു ബന്ധം ഉണ്ടെന്നല്ലാണ്ട് നമ്മളെയൊന്നും അങ്ങനെ അറിഞ്ഞോളന്നില്ലേ. അതൊന്നുമില്ല. ഇപ്പൊ മരിച്ചത് തന്നെ നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയ വഴിയല്ലേ അറിഞ്ഞ. അത്ര പക്ഷെ വേറൊരു കാര്യമുണ്ടേ, ഞാൻ ആലോചിച്ച് നോക്കുമ്പോ ഇങ്ങനൊക്കെ ഉള്ളൊരു വലിയ ആളാ. നമുക്കൊരു ബന്ധം ഉണ്ട് എന്ന് പറയണ ഒരു അന്തസ് തന്നെയാണ്. തറവാടിന് പേരല്ലേ അല്ലേ? പിന്നെ അപ്പൊ ആരോടും നമ്മളിപ്പോ അങ്ങനെ വലിയ ബന്ധമുള്ളവരൊന്നും അല്ലാന്നോ, നമ്മളായിട്ട് ഇപ്പൊ അവര് വലിയ അടുപ്പില്ലാന്നോ ഒന്നും പറയാൻ നിക്കണ്ട. പ്രത്യേകിച്ച് മരണം വിളിച്ചു പറഞ്ഞു നമ്മൾ അറിഞ്ഞു തന്നെ പറയണട്ടോ. സോഷ്യൽ മീഡിയ എന്നൊന്നും അറിഞ്ഞാന്നൊന്നും നീ എവിടെയും പോയി വിളമ്പരുത്. ഞാനിവിടെ പറയാൻ വേണ്ടി അല്ല പറഞ്ഞതാ ഞാന്. പിന്നെ രാഘവമ്മ മരിച്ചല്ലോ, അപ്പൊ നമുക്ക് എന്ത് പറയാലോ. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ആരുടെയെങ്കിലും കയ്യില് രാഘവമ്മാവിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എല്ലാവരും നമ്മളായിട്ടുള്ള ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തിടുക സോഷ്യൽ മീഡിയയില്. ഇല്ല, ഞാനും രാഘവമാനില്ല ഒരൊറ്റ ഫോട്ടോ ഇല്ല. ഇല്ല ചണ്ടാക്കണം. ഈ ഫോട്ടോഷോപ്പ് പരിപാടി ഇല്ലേ, അങ്ങനൊക്കെ ചെയ്യാൻ പറ്റും. അത് എവിടെ വെച്ചാ കൊണ്ടുപോയി ചെയ്യ. എന്റെ ഇല്ല, എന്റെ ആക്കിക്കോ. എന്നിട്ട് നമ്മള് ഈ സ്റ്റാറ്റസിലൊക്കെ ഇടുക. എന്റെ വലിയൊരു ഫോട്ടോ രാഘവമാന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് അടിച്ചങ്ങോട്ട് വിടാം എല്ലാവരുടെയും. നമ്മളെല്ലാ കുടുംബത്തിൽ നമ്മളെ ഇനി ആരെങ്കിലും ഇല്ലെങ്കിൽ അത് ഫോട്ടോഷോപ്പ് വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും ഫേസ്ബുക്കിലും അതേമാതിരി ഈ സ്റ്റാറ്റസിലൊക്കെ അങ്ങോട്ട് ഇടുക. അല്ല ശീതേട്ടാ, എനക്കൊരു സംശയം വെച്ചു. ഈ രാഘവമാന്റെ കൂടെ ഇപ്പൊ ശീതേട്ടനുണ്ട്, ഞാനുണ്ട്, നമ്മളെ കുടുംബം എല്ലാം ഉണ്ടാവുമല്ലോ. മരിച്ചു എന്ന് പറഞ്ഞല്ലേ വെക്കുന്നത്. മൊത്തം മരിച്ചു എന്ന് പറഞ്ഞ് വിചാരിക്കും ആൾക്കാർ. എല്ലാ ആൾക്കാരും മരിച്ചു. എന്താ പൊട്ടാന്ന് നീ പറയണത്? ഞാൻ പറയണത് നമ്മള് ഫ്ലെക്സ് വെക്കേണ്ട കാര്യമല്ല, അത് ഒരെണ്ണേ വെക്കണ്ടു. അതില് നമ്മുടെ ഫോട്ടോ വേണ്ട. കടലാമണക്ക് കുടുംബം ആദരാഞ്ജലികൾ, ആശംസകൾ. ആശംസകളോ? ആശംസ മതി, അതേ വെക്കാവൂട്ടോ. എനിക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ട്, കംപ്ലീറ്റ് ഞാൻ ഷെയർ ചെയ്തോ. അങ്ങനെ ഒരെണ്ണപ്പം ഉടനെ തന്നെ ചെയ്തോ. അല്ലാതെ ഇപ്പൊ ഈ കാര്യം ശീതള, വിശ്വസിക്കാൻ പറ്റുന്നില്ല ശീതള. ഇത് തങ്കപ്പെട്ട മനുഷ്യനെ
കേട്ടിട്ടെന്റെ മേലങ്ങ പൂത്ത് കയറുവോ? എല്ലാ മാസവും ഒരു തവണയിലും വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണതാ ഞങ്ങളോട്. പുള്ളിയുടെ എത്ര സിനിമ ഞാൻ കണ്ടെന്ന് അറിയാമോ? നമ്മുടെ അപ്പൂപ്പന്റെ വെല്ലിച്ചന്റെ മോന്റെ മോനാണ് ഈ രാഘവ മാമൻ. അത്ര അടുത്ത ബന്ധാണേ. സംഭവിക്കട്ടെ, സംഭവിച്ചു. ഈ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഞങ്ങൾ ബോഡി എത്താറാകുമ്പോഴത്തേക്കും വരാം. ആയിക്കോട്ടെ കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നീക്കാൻ പറ്റുന്നില്ല. ഈ മരണ വിവരം അറിഞ്ഞേ പിന്നിതാ ചെലവാണ് കഴിച്ചിട്ട് എന്റെ ശീതാട്ടിന് ഞാനും കൃഷ്ണാട്ടിന്റെ ഹോട്ടലിൽ നിന്ന് ലേറ്റ് ആയിട്ട് ഒരു 3 പൊറോട്ട 2 മുട്ടക്കറി. എന്താ ഉണ്ണിയത്? എനിക്കൊരു മസാല ദോശ മതി. ഇത്ര മതി. ശരി കേട്ടോ, ഞങ്ങൾ പോയിട്ട് വരാം. ബോഡി വരുമ്പോഴത്തേക്ക് കേട്ടോ. ഈശ്വരാ, എന്താ 3 ചെയ്യാ? പൊറോട്ട വരി, അത് കൊണ്ടുവരണം. അതെ, സത്യം പറഞ്ഞ ഫ്ലക്സ് ഇച്ചിരി ചെറുതായി പോയെന്നൊരു സംശയം. അതൊക്കെ മതി. നിങ്ങൾ എന്താ പറഞ്ഞ നമ്മളെ സാംസ്കാരിക സമിതിന്റെ ഉദ്ഘാടനത്തിന് മൂപ്പരെ വിളിച്ചപ്പോ 50,000 രൂപ തരാണ്ട് വരില്ല എന്ന് പറഞ്ഞ ആളാ മൂപ്പർക്ക് ഇത്ര വലിയ ഫ്ലക്സ് ഒക്കെ വെക്കണം. അത് ശരിയാണോ? അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ വിഡിത്തം പറയല്ലേ. ഇയാൾ ഈ ഫ്ലക്സ് വെക്കണത് ഇയാൾ അറിയാം. അയാൾ മരിച്ചു പോയില്ലേ? ഇനി ആർക്ക് വേണ്ടി വെക്കണത് ഇപ്പൊ? എന്റെ മൊയ്തു നമ്മുടെ സാംസ്കാരിക സമിതിക്ക് വേണ്ടിയല്ലേ ഇത് വെക്കണത്. ഇതൊക്കെ വെക്കുമ്പോഴേ ആൾക്കാർ അറിയുള്ളൂ. നമ്മളിങ്ങനെ കുറെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ ഇടയിൽ ഒരു ഓളം ഉണ്ടാക്കാനല്ലേ നമ്മൾ ഇത് വെക്കണത്. നാളെ നമ്മൾ പിരിവിന് ചെല്ലുമ്പോ അവർ കാശ് തരണ്ടേ? ഇരുപതും തരില്ല. എന്തെങ്കിലും ചെയ്തു വേണ്ടേ? പിന്നെ ഇതിന്റെ സന്തോഷ സൂചകമായിട്ട് പായസം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സന്തോഷമായിട്ട് നല്ല കാര്യമല്ലേ? അല്ല, സന്തോഷം എന്ന് പറയാൻ നമ്മുടെ ക്ലബിനുള്ളിൽ സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ പുറത്ത് ജനങ്ങളുടെ ഇടയിൽ നമ്മൾ ദുഃഖത്തോടെ തന്നെ കൊടുക്കുന്നു. മരിച്ചെന്നാ കൊടുക്കാൻ പാടില്ല. ഇന്നും നാളെയൊന്നും അല്ലടോ. 16-ന് 16 കൊടുക്കാം. വേണം 41 കൊടുക്കാം. 16-ന് നമുക്ക് കടല കൊടുക്കാം. 41-ന് നമുക്ക് അടി കൊടുക്കാം. അല്ല, ആടപ്പായസം കൊടുക്കാം. ഇല്ല നമ്മളെ ഇവരില്ലേ രാഘവ കുഞ്ചു സൂപ്പർ സ്റ്റാർ, പുള്ളി മരിച്ചു. നമ്മുടെ അപ്പൂപ്പന്റെ വെല്ലിച്ചന്റെ മോന്റെ മോനാണ് ഈ രാഘവ മാമൻ. അത്ര അടുത്ത ബന്ധാണേ. വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതെ, രാഘവേട്ടൻ മരിച്ചിട്ടില്ല. എടാ സുധി, നീ എവിടെ നിന്ന് കിട്ടിയ വാർത്തയാണ് എന്നെ കാണിക്കത്? ഹലോ, ദുർവാസ ഹോസ്പിറ്റൽ. പറയൂ. ഇല്ല, രാഘവ് കുഞ്ചു മരിച്ചിട്ടില്ല. എപ്പോ മരിക്കുമെന്നോ? അതിപ്പോ ഞങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്. എന്റെ കൂളിംഗ് ഗ്ലാസ് എവിടെ? അത് വെച്ചാല് പ്രായം കുറയും. പ്രായം അല്ലെങ്കിൽ പ്രായം പറയും. ராகு சார், எப்படி இருப்பீங்க? நல்லா இருக்கா? ஹெல்த்தி ஆயிட்டு இருக்கீங்கல்ல? வேற ஏதாவது பிரச்சனைகளൊന്നും ഇല്ല? ഇല്ല. ശരി ശരി. ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു. ഞാൻ മരിച്ചു ഡോക്ടർ. മരിക്കേ? അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഈ സോഷ്യൽ മീഡിയയിലപ്പോ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിച്ചോണ്ട് അത് സോഷ്യൽ മീഡിയയിലും പിന്നെ ഏതൊക്കെ ചാനലില്ലേ, ചാനലിലൊക്കെ അന്തമാതിരി ഒരു വാർത്ത വന്നു. അതെല്ലാം തപ്പ്. നിങ്ങൾ എവിടേക്ക് മരിക്കണോ? ഞാനെവിടെ മരിക്കാനാ? ഞാൻ മരിക്കില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, പ്രസ്സിനെ വിളിക്കാം, എന്നിട്ട് അവരോട് കാര്യം പറയാം, മരിച്ചിട്ടില്ല പറയാം. പേരെന്താ? പേര് സത്യശീലൻ, ഡോക്ടർ സത്യശീലൻ. നിങ്ങളെ പേരല്ല. കുട്ടിയുടെ പേരെന്താ? ദമയന്തി. നല്ല പേര്. സിനിമയിൽ അഭിനയിക്കാൻ മോഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ. എന്റെ അടുത്ത സിനിമയിൽ ഒരു പുതുമുഖ നായികനെ വേണം. അതെ, ഇവര് സിനിമയിലൊന്നും അഭിനയിക്കില്ല. ഇവർക്ക് അഭിനയിച്ച സിനിമ പൊട്ടു. അത് വേണ്ട. അവർ ഇവിടുത്തെ PR സ്റ്റാഫ് അല്ല. അപ്പൊ റെസ്റ്റ് എടുക്ക്. താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഒരു സിനിമക്ക് പറ്റും. ഒരു സിനിമ എടുക്ക പറ്റിയതന്നെ. സൂപ്പർ സ്റ്റാർ രാഘവ് കുഞ്ചു മരിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ടല്ലോ. ആ വാർത്ത ശരിയാണോ? ഇല്ല, അന്തമാതിരി വാർത്തകളെല്ലാം തപ്പ്.
അതെ സോഷ്യൽ മീഡിയാവിലും പിന്നെ വേറെ ഏതൊക്കെ ചാനലിലും ഞാനും പാത്താച്ചു அந்த വാർത്തകളെല്ലാം തപ്പ് തന്നെ. അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണോ ഇപ്പൊ പറയുന്നത്? തീർച്ചയായും അവർ ഇവിടെ നല്ല ഹെൽത്തി ആയിട്ട് താ ഇരിക്കുന്നത്. അപ്പൊ ശീതളല്ലേ പറഞ്ഞത് മരിച്ചെന്ന്? എന്താപ്പ ചെയ്യ, ഓരോരുത്തർക്ക് പറ്റുന്ന ഓരോ അബദ്ധങ്ങളെ. ഇതിപ്പോ ഞങ്ങളുടെ കാർത്തിയാനിയമ്മായി പറ്റിച്ച പണിയപ്പോ അത്. അവിടുന്ന് നിങ്ങട് കേട്ട ഉടനെ അമ്മായി അങ്ങോട്ട് നിലവിളി തുടങ്ങി ഞങ്ങളുടെ മുത്തശ്ശിയോട് വിളിച്ചു പറഞ്ഞു തീർന്നു കേട്ടോന്ന് പറഞ്ഞു. അതാ കേട്ടോട് കൂടെ പിന്നെ ഞങ്ങൾ എന്തെന്നാ വിചാരിക്കുക, ചെറിയൊരു ജീവൻ ബാക്കിയുണ്ടായിരുന്നു അത്രേ. അവിടുന്ന് അങ്ങോട്ട് ഡോക്ടർമാര് നോക്കിയപ്പോ പയർമണി പോലെ നടക്കുന്നത് ആള്. ഓ, അത് വളരെ സന്തോഷം. അതെ, അപ്പൊ കേട്ടത് മുഴുവൻ ഫേക്ക് ന്യൂസ് ആണ്. അതെ അതെ, എന്താ ചെയ്യാ, ആൾക്കാർക്ക് എന്തെങ്കിലും കേട്ടാ മതിയല്ലോ. ഒരാളെ കൊല്ലാനാണ് ആൾക്കാർക്ക് ഇഷ്ടമുള്ളേ. അവരെല്ലാരും കൂടി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് മേളാങ്കിച്ചു. അതപ്പ ഉണ്ടായത്. 20 വർഷമായിട്ട് നല്ലൊരു നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത്. നമ്മ ഹോസ്പിറ്റലിനെ ഡീഗ്രേഡ് ചെയ്യறதுக்கு വേണ്ടി മറ്റുള്ള ഹോസ്പിറ്റലുകള് പരമാവധി ട്രൈ പണ്ണുന്നുണ്ട്. அதுதா ഇത്. അവര് മരിച്ചു ഇവര് മരിച്ചു എല്ലാം പറഞ്ഞിട്ട് ന്യൂസുകൾ വരും. ദുർവാസ ഹോസ്പിറ്റലിന് அந்த மாதிரி ഒരു പ്രശ്നമില്ല. ഇവിടെ നിറയെ എക്യുപ്മെന്റ്സ് ഇരിക്ക്, ആധുനികമായിട്ടുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് ഇവിടെ ഇരിക്ക്, നല്ല നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടർമാർ ഇരിക്ക്. അതുകൊണ്ട് അവർക്ക് ഒന്നും മരണമില്ല. ഓക്കെ, തീർച്ചയായും അവർ ഇവിടെ നല്ല ഹെൽത്തി ആയിട്ട് താ ഇരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ ഹോസ്പിറ്റല് ദുർവാസ ഹോസ്പിറ്റൽ, ഞാൻ அந்த ഹോസ്പിറ്റലിലേക്ക് MD 20 വർഷമായിട്ട് നല്ല നിലയിൽ വരുന്ന ഒരു ഹോസ്പിറ്റൽ തന്നെ ഇത്. ഞാൻ മുன்னாடி ഞാൻ കോയമ്പത്തൂര് ഒരു ദുർഗ ഹോസ്പിറ്റല് 2.5 ഏക്കർ വരുന്ന ഒരു വലിയ ഹോസ്പിറ്റല്, அந்த ഹോസ്പിറ്റലിന്റെ MD തന്നെ. ഇവിടെ എന്നോട് ഒരു ഇന്റിമേറ്റ് മരിച്ചിട്ടില്ലെന്ന് ഉറപ്പാണ്. ആശുപത്രിയുടെ MD ആണ് പറയണത്. ഇതെന്ത് പരിപാടിയാണ് ഹോസ്പിറ്റലുകാർ? അവര് കംപ്ലീറ്റ് പരസ്യം പോലെ ചെയ്ത് കൊടുക്കുന്നത്. ഈ പുട്ടിന് തേങ്ങാടും പോലെ മരിച്ചില്ല എന്നുള്ളൊരു വാർത്ത ഇവരിങ്ങനെ പോലെ ടെക്നോളജിന്റെ ഓപ്പറേഷൻ എല്ലാം കാര്യം പറ്റും. കംപ്ലീറ്റ് പരസ്യമാണ്. എടാ, അവരിതൊരു മുതലാക്കിയെടുത്തേക്കല്ലേ ഈ അവസരം. ഇതുപോലെ കേരളം മൊത്തം കവർ ചെയ്യണ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ എത്ര കോടി രൂപ വേണം? അവരിതിപ്പോ വലിയ നടനല്ലേ, അവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ അവരുടെ ആശുപത്രിക്കല്ലേ പേര്. സാർ, ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ഈ ICUവിൽ കിടക്കുന്ന രോഗികള് അവര് ഇപ്പൊ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവര് ഒരാഴ്ചത്തോളം അവർക്ക് ഓക്സിജൻ കൊടുത്ത് നിലനിർത്തി അവർ പാവപ്പെട്ട ആളുകളിൽ നിന്നും ബില്ല് തട്ടിപ്പറിസാക്കുന്നുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്ന് കേൾക്കുന്നുണ്ട്. അത് ശരിയാണോ? അത് ശരിയാണ്. ആണ് അങ്ങനെ ഉണ്ട്, പറയുന്നുണ്ട്, എനിക്കറിയില്ല. അപ്പൊ ഈ ഹോസ്പിറ്റൽ ഉണ്ടെന്നാണോ സാർ പറയുന്നത്? ഈ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഉണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മ ദുർവാസ ഹോസ്പിറ്റലിൽ അതില്ല. അന്ത മാതിരി ഒരു പരിപാടി നമുക്കില്ല. ദുർവാസ ഹോസ്പിറ്റൽ വളരെ ഫേമസ് ആണ് ഹോസ്പിറ്റല്, നിങ്ങൾക്ക് തന്നെ തെരിയും. അതന്നെ, ദൈവത്തിന്റെ രക്ഷ ഉണ്ട്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഉത്സവ തിരക്കിന്റെ കൂടെ ഒരാൾക്ക് വരാനും പോവാനും പറ്റുമോ? അതപ്പ ഉണ്ടായിരുന്ന നിങ്ങളെല്ലാരും പോയിക്കോളൂ കേട്ടോ. മരിച്ച അറിയിക്കാം. എന്നാ ശരി കേട്ടോ. അവന്റെ ഉണ്ണേ ഇങ്ങനെ നാണം കേട്ടാ അയ്യഞ്ഞി ഒരു കഷ്ടം ആലോചിച്ച് നോക്കോ. ഇപ്പൊ വന്നോരടുത്തും പോയവരടുത്തൊക്കെ മറുപടി പറഞ്ഞോണ്ടിരിക്കല്ലേ. അയ്യോ, നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാ വല്ല ഉപകാരമുള്ള ഒരു മനുഷ്യനാണോ ആ ആൾക്ക് വേണ്ടിട്ടപ്പൊ നമ്മൾ ഈ തീ തിന്നണതേ? സത്യം, ഫോട്ടോഷോപ്പ് ആക്കിയിട്ട് മൊത്തം രാഘവമാന്റെ ഫോട്ടോ ഷെയർ ചെയ്തില്ലേ ഞാൻ? എന്തിനാ നീ ഒന്ന് നടത്താണ്ട് കാളെ പറ്റൂന്ന് അങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്കും കയറെടുക്കാൻ നിക്കണത്? പറ്റണത് ചെയ്താ പോരെ? ഇതേട്ടാ, നിങ്ങള് പറഞ്ഞല്ലേ ഞാൻ ചെയ്ത്. ഇതിപ്പോ ഞമ്മക്കെതിരെ കേസ് തരൂലേ? ഞമ്മളല്ല ഇപ്പൊ ഇല്ലാത്ത കുറെ വാർത്തകൾ ഉണ്ടാക്കിയാണ് ഷെയർ ചെയ്ത്. നമുക്കെതിരെ കേസ് പറഞ്ഞതിന് നീ ഉണ്ടാക്കിയതല്ലല്ലോ അല്ലേ? എന്റെ പൊന്നു ഞാനല്ല, ഇത് വാട്സപ്പിൽ വന്ന വാർത്തയല്ലേ? അല്ല, ഇനി അയാളെ ആശുപത്രി കൊണ്ടുപോകുന്ന അറിഞ്ഞപ്പോ നീ ഉണ്ടാക്കി വിട്ടതാണ് ഇത്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാ? നമ്മളെല്ലാം ഉണ്ടാക്കിയെങ്കിൽ നമ്മളകത്തുകൊണ്ട കാര്യം ആണെങ്കിൽ പെടൂട്ടോ. ഫേസ്ബുക്കിലൊന്നും കുഴപ്പമില്ലട, ഇതിലും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതോർത്ത് പേടിക്കണ്ട. പക്ഷെ എന്തൊരു കഷ്ടമാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോസ്റ്റ് ഇത്ര ലൈക്കും ഷെയറും കിട്ടണം. ഇയാള് മരിച്ചാ മതിയായിരുന്നു. നീ വാർത്ത ഡിലേറ്റ് ചെയ്തേക്കാം.
അയ്യോ ആ ഫ്ലെക്സ് ഊരിയിട്ടില്ലേ, അത് പോയിട്ട് ഊരുണ്ണേ. അത് വേണം. ഇനി അത് കണ്ടിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരില്ലേ? രാഘവമാൻ എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ, പിന്നെ അന്ന് വെക്കണ്ടല്ലോ നമുക്ക്. അത് പോയി ഊര്, അല്ലെങ്കിൽ പൊതിരെ തള്ളി കിട്ടും, അതാണ്ടാവുക. അയ്യോ മുകളിൽ കയറണം. അമ്പലത്തിൽ പരിപാടി തുടങ്ങി. അതെ അടുത്ത കോള് പറഞ്ഞു. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ആ സുധേട്ടാ, നിങ്ങളല്ലേ പറഞ്ഞു ഇന്നലെ ശീതളന്റെ വീട്ടിലേക്ക് സിനിമാക്കാരും പത്രക്കാരൊക്കെ വരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ പണിക്ക് പോകാണ്ടിരുന്നു. ഇന്നലെ ആരും വന്നില്ല. ഇന്ന് ബോഡി എപ്പോഴാ വരിക? അതേ പതുക്കെ പറ, രാഘവൻ സാർ മരിച്ചിട്ടില്ലെന്ന്. എന്താ നിങ്ങൾ പറഞ്ഞു? അതെ, ഇവനൊരു വ്യാജ വാർത്ത കൊണ്ടുവന്നത് നമ്മൾ വിശ്വസിച്ചിട്ട് പറഞ്ഞു പോയതാണ്. ഇപ്പതേ മരിച്ചിട്ടില്ലെന്ന് ആശുപത്രിയുടെ MD പറയണു. മരിച്ചിട്ടില്ല. എന്താ നിങ്ങൾ പറഞ്ഞ? ആദ്യം മരിച്ചു പറയാ, പിന്നെ മരിച്ചിട്ട് പറയാ. എന്താ ആളെ കളിയൊക്കെ എന്തൊരു കഷ്ടം നോക്ക്. ഇതെന്ത് മരിക്കാതിരുന്നതാ? അതല്ലട ചങ്ങാതി, ഇന്നലെ ഒരു വാർപ്പായിരുന്നു എനിക്ക്. ഇന്നലെ പണിക്ക് പോയിരുന്നെങ്കിൽ 1.5 കൂലിയും ഒരു ഫുള്ളും പിന്നെ ഉച്ചക്ക് പൊറോട്ടയും ബീഫായിരുന്നു, എല്ലാം പോയിട്ടുണ്ട്. എന്റെ പൊറോട്ടയും ബീഫും എന്റെ ഇവിടെ എത്ര ലൈക്കും ഷെയറുമാണ് പോയത്. ഞാനിപ്പോ അത് റിമൂവ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഇങ്ങനെ നാളെ ഞാൻ വേറൊരു പണിക്ക് വരാം, അതും പോണില്ല പറഞ്ഞ് ലീവ് എടുത്തുന്ന്. ഇനി നാളെ എനിക്ക് പണിയില്ല. ഇപ്പൊ 2 ദിവസത്തെ എന്റെ പണി അങ്ങോട്ട് പോയി കഴിഞ്ഞു. ഞാൻ പെണ്ണിനോട് ഞാൻ എന്താ പറയാ, അവിടെ സാരി കൊടുത്ത് നിൽക്കുക ശവം കാണാമാരാ. സുധേട്ടന് പണിയല്ലേ പോയുള്ളൂ. ഇവിടെ നമ്മുടെ നാട്ടുകാർക്കുള്ള നഷ്ടോ, ഇവിടെ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ വന്ന് ലോകം മുഴുവൻ ഈ നാടറിഞ്ഞാനെ ഇയാളൊന്നും മരിച്ചേച്ചെങ്കിൽ ഇപ്പൊ എന്താ സംഭവിച്ചത്? പുള്ളി മരിക്കാതിരുന്നിട്ട് ഇപ്പൊ ആർക്കെന്ത് ഗുണം? എന്റെ സുഹൃത്തേട്ടാ, ഇതിപ്പോ ഏതോല്ലോ തലതെറിച്ച് ഞങ്ങൾ അയാള് വാട്സപ്പിന്റെ അകത്ത് ഇങ്ങനത്തെ മെസ്സേജ് നമ്മൾ പെട്ടുപോയല്ലേ ഇതിന്റെ അകത്ത്. അതെ, ഇനി അധികം ആൾക്കാരോട് പറയാൻ നിക്കണ്ട കേട്ടാ, പുള്ളി മരിച്ചിട്ടില്ല. അതല്ലേ? എന്നാ മേശിനെ കണ്ടിട്ട് നാളെ പണിക്ക് പോകാനുള്ള കാര്യം നോക്കട്ടെ. പണി കാര്യം നടക്കില്ലേ? മോനാ, ചത്ത വീട്ടിൽ നിന്ന് ഇനി കുടിക്കാൻ കിട്ടൂല. നമുക്കൊരു കട്ട കിട്ടാലോ. 50 ഉണ്ടോ? 50 ഇല്ല. അപ്പൊ ചുണ്ടായിട്ട് ഇറങ്ങിയൊക്കെയാണോ കുടിക്കാൻ? ആ ബെസ്റ്റ്. അപ്പൊ ഇന്നലെ നിങ്ങൾക്ക് ചൂടായിരുന്നു, എനിക്ക് ചൂടില്ല. ആരെ ചെലവിൽ ഇന്നലെ കുടിച്ചു? നിന്റെ അടുത്തില്ലേ? പോയി മേടിക്കും, ഞാൻ തരാം. ഇല്ലേ എന്റെ അടുത്തില്ല. പണിക്കോ കത്തിന്റെ അടുത്ത് വരുന്ന പൈസ നിങ്ങൾക്കല്ല ഭ്രാന്തുണ്ട്. എന്താ ഈ കാട്ടൊക്കെ? ഇങ്ങനെ കെട്ടേണ്ട കാര്യണ്ടോ? ഒന്നഴിക്ക്, ഉത്സവത്തിന്റെ ആൾക്കാരൊക്കെ വന്ന് കാണും. രാഘവം അവനെ 16 അടിയന്തര കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിൽക്കും വിചാരിച്ചിട്ടാ. കഴിക്കാത് വേഗം. എടാ ഇത് പിടിച്ച് വലിക്ക്, ആൾക്കാരിപ്പോ വരില്ല ഉത്സവത്തിന്റെ. അഴിച്ചോ അഴിച്ചോ അഴിച്ചോ. അയ്യോ അങ്ങ് തിരിച്ചു വെക്കണോ? ശീതളേട്ടാ, ഇതിപ്പോ എന്തിനാ അയക്കുന്നേ? അല്ല, എന്താ ഒരു അബദ്ധം പറ്റിയതാണ്. ഇനിയിപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ലാന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പൊ സംഘടന നേതാവില്ലേ, അയാൾ ഇതാ പോസ്റ്റ് ഇട്ടല്ലോ. എന്താണ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടു? മരിച്ചോ? ആ മരിച്ചു എന്ന് പറയുന്നേ. നോക്കട്ടെ. ഇതാ രാഘവ് കുഞ്ചു അന്തരിച്ചു. അയ്യോ കേട്ടടാ ഉണ്ണി, കേട്ടടാ. മരിച്ചു മരിച്ചു. കേട്ടിക്കോ. ഞങ്ങളുടെ രാഘവമ്മാവാ. അയ്യോ കെട്ട് കെട്ട്. ഞാൻ കെട്ടിക്കോ, കെട്ടിക്കോ. ഹലോ, ദുർവാസ ഹോസ്പിറ്റൽ. പറയൂ. രാഘവ് കുഞ്ചു മരിച്ചു. ഇന്നലെ അല്ല മരിച്ചത്, ഇന്ന് മരിച്ചു രാവിലെ. അങ്ങനെയാ പറഞ്ഞത്. അതിപ്പോ ഞങ്ങളുടെ MD മീഡിയക്ക് കൺഫർമേഷൻ കൊടുക്കുമ്പോഴേ ഔദ്യോഗികമായിട്ട് മരിക്കുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ. എന്റെ പേര് ഡോക്ടർ സത്യശീലൻ. ഞാൻ இந்த ദുർവാസ ഹോസ്പിറ്റലിനുടെ MD. ഇവിടെ നിറയെ എക്യുപ്മെന്റ്സ് സാധനങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അസുഖമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ ചികിത്സിച്ച് നല്ല രീതിയിൽ അവരെ പറഞ്ഞയക്കുന്നതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുണ്ട്.
നമുക്ക് പിന്നെ ഹോസ്പിറ്റലിൽ വന്ന് നിങ്ങൾ നോക്കണം. ഫസ്റ്റ് ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റൽ, ഒരു 5 സ്റ്റാർ ഹോട്ടൽ മാതിരിത്തായിരിക്കും. നിറയെ വലിയ നല്ല ഫാൻ ഉണ്ട്, നല്ല കാറ്റുള്ള ഫാൻ ഉണ്ട്, പിന്നെ ഈ TV ഉണ്ട്, നമ്മളുടെ എല്ലാ റൂം ഉണ്ടാവൂലേ, റൂം ഇരിക്കില്ലേ അന്ത റൂമിലൂടെ എല്ലാവർക്കും TV ഉണ്ട്. അതെ, അത് പറഞ്ഞു വരുമോ? അത് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ പറയട്ടെ അത്. അപ്പൊ അങ്ങനെ എല്ലാ റൂമിലും AC വെച്ചിട്ടുണ്ട്. പിന്നെ ഫാന് വേറെ ഉള്ളവർക്ക് ഫാൻ വേറെ ഉണ്ട്. പിന്നെ ഷവറുണ്ട്, എല്ലാ ബാത്റൂമിലും നല്ല ഷവർ വെച്ചിട്ടുണ്ട്. പിന്നെ സോഫയുണ്ട് എല്ലാ റൂമിലും. അപ്പൊ അങ്ങനെ ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾ എന്റെ മാതിരി പോകുമോ അന്ത മാതിരിയുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പിന്നെ ഞാൻ വേറെ ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കൂ. അതെ, എനിക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്, മരിച്ചില്ല എന്നുള്ളൊരു ഉറപ്പായിട്ടില്ലത്. വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കെട്ടിയിട്ട് അറിയാലോ, കെട്ടി താഴെ ഇറക്കിയത്. അവിടെ അടങ്ങ്, നമുക്ക് ഒന്നുകൂടെ സ്ഥിരീകരിക്കാം. അല്ലെന്നേ മൊയ്തുക്ക് എന്നോട് പറഞ്ഞായിരുന്നു മരിച്ചു. അത് മൊയ്ത് പറയണമെന്ന് കാര്യമായിട്ട് എടുക്കണ്ട. നീ TV വാർത്ത വല്ലതും കണ്ടോ? ഇല്ലല്ലോ. അത് അങ്ങനെ ആരെങ്കിലും കണ്ട അന്നാ നമുക്ക് ഉറപ്പിക്കാം. നിങ്ങൾ ഈ പറഞ്ഞ ഉടനെ സാധനം എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാ. നമ്മളിവിടെ ഏത് രോഗി വന്നാലും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാത്തിനും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടർമാരാണ്, സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാരാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് എല്ലാവരും. ഓക്കെ. പിന്നെ ഇനി വേറെന്താ നിങ്ങൾ ചോദിച്ചു? രാഘവ് കുഞ്ചുവിന്റെ അവസ്ഥ മോശമാണ്, മരണപ്പെട്ടു എന്നുള്ള ന്യൂസ് കേൾക്കുന്നു. അത് അങ്ങനെ സംഭവിച്ചു. രാഘവ് കുഞ്ചു സാർ, നമ്മൾ എല്ലാ ട്രീറ്റ്മെന്റും എല്ലാ ഡോക്ടർമാരും നല്ല കിണഞ്ഞ് പരിശ്രമിച്ചു. അവർക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും നല്ല പോലെ ട്രൈ ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാ, അവർക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു. അതെ, അതല്ല ഞാൻ പറയുന്നത്. അനാസ്ഥ എങ്ങനെയാ, ഒരാളുടെ ജീവൻ എങ്ങനെയാ പോകും നമുക്കറിയില്ല. നമ്മൾ പരമാവധി ട്രീറ്റ്മെന്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സംഭവം ഉറപ്പാണെന്ന്. എന്താ ഉറപ്പ്? ഇന്നലത്തെ പോലെ വാട്സാപ്പിൽ ഒന്നുമല്ല, രാഘവേട്ടൻ മരിച്ച് കൺഫേം ആണ്. എന്ത് കൺഫേം? എന്താ ഉറപ്പ്? നീ എന്താ ഉറപ്പിന്റെ കണ്ടോ? ഞാൻ കണ്ടതല്ല, ആശുപത്രി എന്നുള്ള വാർത്താ സമ്മേളനം കണ്ട ഔദ്യോഗികമായിട്ടുള്ള വീഡിയോ. ഇതൊന്നും അല്ല. പിന്നെ താരസംഘടനയുടെ ഔദ്യോഗികമായ അങ്ങനത്തെ താരങ്ങൾ പലരും പറഞ്ഞാണല്ലോ ഈ വാർത്ത ഷെയർ ചെയ്ത്. ഇത് ഉറപ്പാണ്, നിങ്ങൾ കെട്ടിക്കോന്ന്. എന്റെ പേടി അങ്ങനെ പറയലേ. എന്തായാലും മരിച്ചു. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് MD വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങള് വരുന്നത്. ബോഡി നമുക്ക് വീട്ടിലെത്തിക്കോ, അല്ലെങ്കിൽ ഞങ്ങളത് കാരണവന്മാരായിട്ട് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആദ്യം അതൊന്ന് പെട്ടെന്ന് ആലോചിച്ച് എന്നെ വിളിച്ച് പറയണം. പറയാം, നിങ്ങൾ കാര്യങ്ങൾ എന്താ ചെയ്യും. നിങ്ങൾക്ക് താരരാജാവ്, ഞങ്ങൾക്ക് ചോര കാണാൻ പറ്റുന്നല്ലോ. അന്നത്തെ കൊടുത്തിട്ടില്ല, പറഞ്ഞോടി എടുക്കട്ടെ. ഇപ്പൊ